ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പേരച്ചേട്ടാ, നമ്മ ഈ കല്യാണത്തിനെ ബിരിയാണിയാണോ നല്ലത് അതാ സദ്യയാണോ? അതിപ്പോ ആളുകൾക്ക് തിന്നാൻ ഇഷ്ടമുള്ള ഏത് ഭക്ഷണം എന്ന് വെച്ചാൽ അത് കൊടുക്കണം. ബിരിയാണിയാണ് സ്റ്റൈൽ. ഇപ്പൊ പ്രസിഡന്റ് അവിടെ സദ്യ വേണോ അതോ ബിരിയാണി വേണോന്ന് ചർച്ചയായി. മോന് ബിരിയാണി, പ്രസിഡന്റ് സദ്യ. ഞാൻ ഇന്ന് ബിരിയാണി എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ട് അവർ അംഗീകരിച്ചില്ല, അവര് സദ്യയാക്കി. സദ്യയാണോ? എന്റെ അതേ അഭിപ്രായം പുള്ളിയുടെ മോനും ഉണ്ടായിരുന്നു. അപ്പൊ മറ്റേ അങ്ങനെ കഴുത്തില് തുണിയൊക്കെ ഇട്ട് മറ്റേ മുറുക്കണ മറ്റേ പുള്ളി ഉണ്ടല്ലോ സദ്യ വെക്കണ പുതിയിടം. അതന്നെ പുതിയിടം സത്യശീലിന്റെ സദ്യയാണോ? പുള്ളി അത് ബിരിയാണി ക്യാൻസൽ ആക്കിയിട്ട് സദ്യയിൽ ഉറപ്പിച്ച്. അയ്യോ, ഇയാളെന്ത് മെനകെട്ട ആളാണ്. പ്രസിഡന്റും കൂടി അയാള് പറഞ്ഞ സദ്യയാണ് വിളിച്ചു കൂട്ടി ആളുകൾ മുഴുവൻ കഴിക്കേണ്ടത്. ഇതിപ്പോ എല്ലാരും പറഞ്ഞല്ലേ, ഇപ്പൊ ബിരിയാണി ആണെങ്കിൽ എന്താ പൊള്ളിയല്ലേ? എടാ ബിരിയാണി അല്ലേ നല്ലത്. പുള്ളി പറയാ ബിരിയാണി വെക്കാൻ പാടാണ്, പെട്ടെന്ന് കല്യാണത്തിന്റെ ഇടയിൽ തീർന്നു പോയാൽ എന്ത് ചെയ്യും? എന്ത് പാട്? അയാൾക്ക് അറിയാൻ പാടില്ല. 16 കൂട്ടം കറിയും പായസവും ഇത്ര ഉണ്ടാക്കണ സദ്യയാണ് പാട്, ബിരിയാണിയാണ്. അതിന്റെ തന്നെയല്ല ഈ ഇല ഇട്ടിട്ട് ചപ്പും ചവറും പുല്ലും വൈക്കോലും ഒക്കെ വിളമ്പിയിട്ട് ക്ഷണിക്കപ്പെട്ടവരോട് തിന്നാൻ പറയണതിന് ആടും പശുവും ഒക്കെ തിന്നണ പോലെ. ഞാനെന്ത് പറയണേ, ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അവര് തള്ളി. എടാ അത് ജാതി വിവേചനമാണ്, വേറെ ഒന്നുമല്ല. പണ്ട് ഈ സുഗതനെയും ശീതളിനെയൊക്കെ ഉണ്ടല്ല ഈ പുതിയിടത്തിന്റെ വീട്ടുമുറ്റത്ത് കേട്ടൂലായിരുന്നു. എന്തിന് മുമ്പിൽ കൂടി വഴി നടക്കാൻ അനുവദിക്കുമായിരുന്ന? ജാതി വിവേചനമല്ലേ? ഇപ്പൊ പുതിയിടം വെച്ച് വിളമ്പിയാലേ സുഗതം കഴിക്കുള്ളൂ. പണ്ടിട്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പൊ ബിരിയാണി തിന്നണവനും മീൻ തിന്നണവനും സദ്യ കഴിക്കണവനും എല്ലാവരും കൂടി വോട്ട് ചെയ്തിട്ടല്ലേ ഇയാള് പ്രസിഡന്റ് ആയത്. അപ്പൊ ഇയാളുടെ വീട്ടിലൊരു ആവശ്യം വരുമ്പോ എന്താ ചെയ്യേണ്ടത്? ഇതിലല്ലേ ഞാനൊരു അഭിപ്രായം പറഞ്ഞ, എന്നിട്ട് അവര് പാട തള്ളിക്കളഞ്ഞതിനാ. അതിന് പണി കൊടുക്കണോ? അത് പുള്ളി ഇപ്പൊ ഇലക്ഷന്റെ പരിപാടിക്ക് ഇപ്പം മീൻകറിയും കപ്പയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതേപോലെ ഇതിന് കല്യാണത്തിന് ഇപ്പൊ എല്ലാ കല്യാണത്തിനും. ബീഫിന് എന്താ കുഴപ്പം? ബീഫ് എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പൊ നീ ഒരു കല്യാണ ആവശ്യത്തിന് ചെന്ന് അവിടെ കുറെ ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, സദ്യ ഉണ്ട്, നീ ഏത് തിന്നും? ബീഫല്ലേ കഴിക്കുള്ളൂ. ബീഫ് എന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിച്ച ഒരു ഭക്ഷണമാണ്. എന്തെങ്കിലും കുഴപ്പം അതിനെണ്ടാ? പിന്നെ അത് കൊടുത്തുന്നോർത്ത് എന്താ ഇയാളുടെ മോൾക്ക് എന്ത് പറ്റും? കല്യാണം മുടങ്ങും. ഇതിനൊരു പണിയുണ്ട്, നീ ഒരു പണി ചെയ്തേ. ഇത് നമ്മൾ പ്രതികരിക്കണം, ഇതങ്ങനെ അനുവദിക്കാൻ പറ്റില്ല. നീ വീഡിയോ ഒന്ന് എടുത്തേ, ഞാൻ പറഞ്ഞ വീഡിയോ ഒന്ന് എടുത്തേ. നീ അത് ഇത് അനുവദിക്കാൻ പറ്റില്ല, നമ്മൾ ഈ പീഡിയറാത്തിരിക്കുമ്പേ. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതന്റെ മകളുടെ കല്യാണം നടക്കുകയാണല്ലോ. ഈ വിവാഹത്തിന് പഞ്ചായത്തിലെ മുഴുവൻ നാനാജാതി മതസ്ഥരെയും അദ്ദേഹം ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ കല്യാണത്തിന് ക്ഷണം സ്വീകരിച്ചെത്തുന്നവർക്കെല്ലാം പുതിയിടം സത്യശീലൻ തീരുമാനിക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണ് സുഗതൻ പ്രസിഡന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ പ്രസിഡന്റും മകനും തമ്മിൽ ഉഗ്രമായ തർക്കം നടക്കുകയെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇറച്ചി കൊടുക്കണമെന്ന് മോനും പച്ചക്കറി കഴിച്ചാൽ മതിയെന്ന് പ്രസിഡന്റും നിലപാടിന്റെ ഭാഗമായി പച്ചക്കറി തന്നെ നടത്താൻ പുതിയിടം സത്യശീലനെ ചുമതലപ്പെടുത്തിയിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ജാതി വിവേചനം, ഒരു ജാതിയുടെ ഭക്ഷണം മറ്റു മുഴുവൻ ആളുകളും കഴിച്ചോളണം എന്ന് പറയുന്നത് തന്നെ നവോത്ഥാനത്തിന് എതിരായ ഒരു മെസ്സേജാണ് പകർന്നു നൽകുന്നത്. അതുകൊണ്ട് ഈ പ്രസിഡന്റിന്റെ വീട്ടിൽ നടക്കുന്ന മകളുടെ കല്യാണം ബഹിഷ്കരിച്ചുകൊണ്ട് ഇത്തരം നിലപാടുകൾക്കെതിരെ, ജാതി വിഭാഗീയതക്കെതിരെ ശക്തമായ താക്കീത് കൊടുക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ട്? നോക്കട്ടെ. ഇത് ഇപ്പൊ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടാലേ കാര്യങ്ങൾ തീരുമാനമായിക്കോളും. ആളുകൾ ഇതുമ്പോ തൂങ്ങിക്കോളും. ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് പറഞ്ഞാലേ, നമ്മൾ ഈ പീഡിയത്തിനേൽ ഇരുന്നിട്ട് ഇതുപോലത്തെ നമ്പർ കാണിച്ചാലേ നമ്മളിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആളുകൾ അറിയുള്ളൂ. അല്ലെ പ്രസിഡന്റിന്റെ കല്യാണം മാത്രം ജനം അറിയും, നമ്മളറിയില്ല. ബിരിയാണിക്കെതിരെ പ്രതികരിക്കാൻ ആള് വേണം. അങ്ങാട് പറക്കട്ടെ, അങ്ങാട് വിട്ടിട്ടുണ്ട് ആണല്ലേ. ഇതുമ്മ തൂങ്ങിക്കോളും. അതെ, ഒരുത്തം തൂങ്ങിയതുമ്മ.
അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ജാതി വിവേചനം, ഒരു ജാതിയുടെ ഭക്ഷണം മറ്റു മുഴുവൻ ആളുകളും കഴിച്ചോളണം എന്ന് പറയുന്നത് തന്നെ നവോത്ഥാനത്തിന് എതിരായ ഒരു മെസ്സേജാണ് പകർന്നു നൽകുന്നത്. അതുകൊണ്ട് ഈ പ്രസിഡന്റിന്റെ കല്യാണം ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മൾ ഇതിന് ശക്തമായ താക്കീത് നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ അഭിപ്രായം ശരിയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബാക്കിയുള്ളവർക്ക് മുഴുവൻ എത്തിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം ഇത് നോക്കണം. നീ ഏത് നേരം ഫോണിൽ നോക്കണല്ലേ? ഇതൊന്നും കണ്ടില്ലേ നീ? എന്താണ് ഇതേതവൻ? ഇവൻ ആദ്യം തൊട്ട് വീഡിയോ ഒന്ന് നോക്ക്. കാണാതെ എന്തൊക്കെ തെമ്മാരത്തിനാ പറയണത് നോക്ക്. അവിടെ കല്യാണത്തിന് ക്ഷണം സ്വീകരിച്ചെത്തുന്നവർക്കെല്ലാം പുതിയിടം സത്യശീലൻ തീരുമാനിക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണ് സുഗതൻ പ്രസിഡന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ പ്രസിഡന്റും മകനും തമ്മിൽ ഉഗ്രമായ തർക്കം നടക്കുകയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്ത് ഇവൻ ഇവിടെ അവിടെ ഒക്കെ കാണാറുള്ള ഒരുത്തനാണുള്ളത്. ഇതെന്ത് ഇവനെന്താ പ്രശ്നം? അതാ ഞാൻ പറഞ്ഞു, ഇവനെന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണേ? ഇത് എങ്ങനെ ഇവനറിയണത് ഇതൊക്കെ ഈ കാര്യങ്ങള്? അന്നേട്ടും പറഞ്ഞിട്ട് അന്നേട്ടും അയച്ചെന്നോ? അവിടെ നിന്ന് വെച്ചെന്നാ? ഒന്നാമത് ഈ മറ്റേ ഇറച്ചിനും ഭക്ഷണത്തിന് തർക്കണ്ടായതൊക്കെ നീ എന്തിനാ നാട്ടുകാരോട് പറയാൻ പോയി? അച്ഛനെന്താ ഈ പറയണേ? ഞാൻ നാട്ടുകാരുടെ പോയി പറയാൻ നിൽക്കണം. പിന്നെ അങ്ങനെ അറിഞ്ഞെന്ന് എനിക്കെങ്ങനെ അറിയുന്ന എന്നെ ഞാൻ ചോദിക്കണേ? എന്തൊരു കഷ്ടത്! ഇതിപ്പോ ഞാൻ പോയിട്ട് പറഞ്ഞാൽ മതിയായോ? വീട്ടിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായങ്ങൾ പറയുന്നല്ലാണ്ട് ഇതൊക്കെ നാട്ടുകാരുടെ പോയി പറയാ ഞാൻ? അതെ, നീ അവനെ വിളിച്ചു പറയേ. അത് രാഷ്ട്രീയത്തിൽ എന്നോടുള്ള വൈരാഗ്യമുള്ള ആരെങ്കിലും ചെയ്താവെന്ന് പറ. ഇത് അങ്ങനെ തന്നെ. ഒന്നാമത്തെ കാര്യം, അന്ന് നമ്മൾ സംസാരിക്കുമ്പോ പിന്നെ പോയി പുതിയട ഉണ്ടായിരുന്നു. ഇനി അയാൾ എവിടെയും പോയി പറയൂ? അയാൾ പച്ചക്കറി വെക്കണതിനെതിരല്ലേ ഈ പ്രശ്നം പറയണത്? അപ്പൊ പിന്നെ അയാൾ ഇതിന് നിൽക്കുവോ? അല്ല, ഇത് എങ്ങനെ അറിഞ്ഞെന്നുള്ള ഞാൻ ചോദിക്കണത്. കാര്യം പറഞ്ഞാൽ പ്യാരി ഉടായിപ്പാണെങ്കിൽ ഈ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ട്, വാസ്തവമുള്ള കാര്യമാണ് പ്യാരി പറഞ്ഞത്. പ്യാരിട്ട് വീഡിയോ കറക്റ്റാണ്. അതെ, അതുകൊണ്ടാ അത് എല്ലാരും കാണണത്. ഇന്നത്തെ ചെറുപ്പാരൊക്കെ ബീഫ് ഇല്ലാണ്ടും ചിക്കൻ കാലൊക്കെ ഇല്ലാണ്ട് അവരെങ്ങനെ കഴിക്കണം? അയാൾ ചെല്ലുന്ന വീട്ടിൽ നിന്നെല്ലാം ചിക്കൻ കാര്യം എന്നാൽ 5 പൈസ തൊട്ട് വീട്ടുകാർക്ക് കൊടുക്കുന്നത്. എന്താണ് രാഘവട്ടെ, എന്താ കഴിച്ച മൊയ്തൊക്കെ പ്യാരിട്ട വീഡിയോ കണ്ടില്ലേ? അവൻ പറഞ്ഞ കറക്റ്റ് കാര്യല്ലേ? അതാണ് അതിനെ കുറിച്ച് ഞങ്ങൾ വേണ്ടാത്ത പറഞ്ഞിട്ടുണ്ടാക്കില്ലേ? എന്ത് വേണ്ടാത്തത്? ഇതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. എല്ലാരും പറഞ്ഞ അപ്പ വേണ്ടാത്ത എന്തെങ്കിലും പറഞ്ഞ ഓൻ വരുന്ന ആളാവാൻ വേണ്ടിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടില്ലേ? അങ്ങനെ പറയല്ല മാഷേ, അതൊരു ശരിയല്ല. ഓനത് ഒരു വസ്തുതയാണോ ഓനാ ചൂണ്ടിക്കാട്ടി? വസ്തുതയില്ല. നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾ ഒരു കല്യാണത്തിന് ക്ഷണിച്ചാൽ അയാൾ വീട്ടിൽ നിന്ന് നമുക്ക് എന്ത് തരുന്നോ അത് തിന്നിട്ട് ഇങ്ങോട്ട് പോരുക. വരുന്നവരുടെ സംതൃപ്തി നോക്കണ്ടേ? പ്രായോഗികമായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു കല്യാണത്തിന് ഒരു വീട്ടിലേക്ക് ആളെ ഒരു 10,000-3,500 ആൾക്കാർ കല്യാണത്തിന് വരും. ഈ 3,500 ആൾക്കാർക്ക് നോൺ വെജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണത്. സദ്യ വിളമ്പണ അതിലും വലിയ ബുദ്ധിമുട്ട്. 18 തരം കറി, ഈ പാവക്ക അരിച്ചേണ്ട കൈപ്പള്ള കറി, അങ്ങനെ ഒരു 10-18 കറി. നോൺ വെജ് കൊടുക്കാന്ന് പറഞ്ഞേ, ഇപ്പൊ ചിക്കൻ ആണ് കൊടുക്കണത്. നിങ്ങൾ ചിക്കൻ കിട്ടില്ല, നിങ്ങൾക്ക് ബീഫ് അവിടെ കിട്ടുമോ? അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാല്ല. പച്ചക്കറി, വെജിറ്റബിൾ എല്ലാം ഉണ്ടാക്കി വെക്കുക. ആ പ്യാരിജാതന്റെ വാക്കും കേട്ടിട്ട് അതിന് പോലെ കുടി പഠിക്കാൻ നിങ്ങൾ നിൽക്കണ്ട. അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതേട്ടന്റെ മോളെ കല്യാണം, നമ്മളെ കല്യാണത്തിന് വിളിച്ച് അടച്ചിട്ട് മൂപ്പർ എന്താണോ തരുന്നത് അത് തിന്നിട്ട് ഇങ്ങോട്ട് പോരുക. അല്ലാണ്ട് അവിടെ പോയിട്ട് എനിക്ക് ചിക്കൻ വേണം, ബീഫ് വേണം, ഓന് മറ്റേത് വേണം, ഓന് താറാവർച്ചി വേണം എന്നൊന്ന് പറയാൻ മാത്രം അങ്ങനെ പറയരുത്. നമ്മുടെ പിള്ളേരൊന്നും ഇപ്പൊ ഈ ബീഫ് ഒന്നും ഇല്ലാണ്ട് കഴിക്കലായിട്ടാ. ഈ ചിക്കനൊക്കെ ഒന്ന് അടിച്ചു കഴിക്കണേ. അല്ലാണ്ട് അല്ലെങ്കിൽ വിളിക്കണ ഇവ പച്ചക്കറി കൂട്ടി മുരിങ്ങാക്കോല് കഴിക്കോടാ. നീ അവനറിയാൻ പാടില്ല മുരിങ്ങാക്കോല. കല്യാണം വരുന്നുണ്ട്, ചോദിക്കും ആൾക്കാരാ.